എന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? തൈത്തിരീയത്തില് കുട്ടി പഠനം കഴിഞ്ഞ് പോകുമ്പോൾ കൊടുക്കുന്ന ഉപദേശമാണ് മാതാപിതാ ഗുരു ദൈവം എന്ന് പറയില്ലേ. അതിഥി ദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, ആചാര്യ ദേവോ ഭവ. അപ്പോൾ ആചാര്യനെ നമ്മൾ എന്ത് ചെയ്യണം? മാതൃദേവോ ഭവ ആദ്യം പറയുന്നത്, അവസാനിക്കുന്നതാണ് ഈ പറഞ്ഞത്. ആചാര്യനെ നമ്മൾ ദൈവത്തെ പോലെ കരുതണം. അപ്പം ഗുരു ശുക്രാചാര്യരെ അടുത്ത് ചെന്നു, തൊഴുത് സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. നമുക്ക് മടിയാലേ, അകത്ത് കയറി എല്ലാവരും തൊഴുത് പ്രദക്ഷിണം വെച്ചു. എത്ര പേരാണ് നമസ്കരിച്ചേ? നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കനമുള്ള സാധനം എന്താണോ ഇതിൻ്റെ ഉള്ളിലാണ് അഹങ്കാരം ഇരിക്കുന്നത്. ആ അഹങ്കാരത്തെ ശമിപ്പിക്കാൻ ആ പ്രദക്ഷിണം കഴിഞ്ഞ് വന്ന് നിന്നിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന വേദമന്ത്രം, അതായത് ഹേ മഹാദേവ, അങ്ങും ഞാനും ബ്രഹ്മമാകുന്നു എന്ന തലത്തിലേക്ക് ഉയരുന്ന ഭാവമാണ് ആ സാഷ്ടാംഗം അല്ലെങ്കിൽ പഞ്ചാംഗ നമസ്കാരം. അപ്പോഴാണ് ആ ക്ഷേത്ര ദർശനം പൂർത്തിയാകുന്നത്. തല വെച്ച് 4 മുട്ടണ്ട് കൊടുക്കില്ലേ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നത് നമ്മളുടെ ചിന്തകളാണ് നമുക്ക് വേദനകൾ തരുന്നത്. ശരീരം ഒരു വേദനയും നമുക്ക് തരില്ല, മനസ്സാണ് നമ്മളെ വേദനിപ്പിക്കുക.